ഹായ് ഗായ്സ്, അങ്ങനെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പളനി സെക്കൻഡ് വ്ളോഗാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയി അമ്പലത്തേക്ക് തൊഴാൻ വേണ്ടി പോവാണ്. ലോഡ്ജിയിലെ ചേട്ടൻ നമ്മളൊരു അവരെ സിസ്റ്ററാണ് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടേക്ക് അവർ വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ പാലഭിഷേകം, കുട്ടിക്ക് വേണ്ടിയിട്ട് പാലഭിഷേകം നടത്താൻ പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് ചന്ദനത്തിരി, കർപ്പൂരം, ഭസ്മം, തേങ്ങ അങ്ങനെ കുറച്ച് ഐറ്റംസ് വേറെയും അവർ തന്നു. അത് വഴിപാടായിട്ട് അവിടെ അമ്പലത്തിൽ കൊടുത്താൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതായാലും നമ്മൾ അതിന് വേണ്ടി വന്നതാണല്ലോ, ഇനി അതൊരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ഈ പാലും കുടവും ഈ വഴിപാടുകളും ഒക്കെ ആയിട്ട് പോണത് പഴനിമലയിലേക്കല്ല കേട്ടോ. അതിൻ്റെ താഴത്തായിട്ട് തിരുവാവനംകുടി എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പിൾ ഉണ്ട്. അതിൽ കുട്ടി മുരുകനാണ് പ്രതിഷ്ഠ. മുരുകൻ കുഞ്ഞായിട്ട് മയിലിന്റെ പുറത്തിരിക്കുന്നതാണ് അവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്. ഇതാണ് ആ ടെമ്പിൾ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഫോൺ അവിടെ അലൗഡ് അല്ല, ഉപയോഗിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. അപ്പൊ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ബാഗിൽ വെച്ചോന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാനത് സ്വിച്ച് ഓഫ് ആക്കി ബാഗിൽ വെച്ചു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കടന്നു നോക്കിയപ്പോൾ ഒരാൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് കണ്ട് ഞാൻ. അപ്പൊ ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് ഒരു വീഡിയോ എടുത്തത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി. വഴിപാട് കൊടുത്തൊരു മാല അമ്പുവിന്റെ കഴുത്തിൽ ഇടാനുള്ളതായിരുന്നു. അത് ഇടാൻ തീരാത്ത സമ്മതിക്കാതെ പിന്നെ അഷിതാണ് ഇട്ടത്. പിന്നെ ഒരു അരളി പൂ തന്നിട്ടുണ്ടായിരുന്നു. അത് പൂജിച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് തല വെച്ചോളം പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ചേച്ചി തലയിൽ വെച്ച് തരാണ്. അടുത്ത് നമ്മൾ പളനിമല കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു റോപ്പ് കാറിൽ പോകാമെന്നാണ്. അപ്പോൾ ഈ വണ്ടിയിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ അവിടെ റോപ്പ് കാറിൻ്റെ സ്റ്റേഷനിൽ കൊണ്ടാക്കി തരും. അപ്പോൾ അതിലങ്ങനെ കയറിയിരുന്നതാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അതിൽ കയറണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. പിന്നെ അത് ഓരോരുത്തരായിട്ട് പോയി വരുമ്പോഴേക്കും കുറേ ടൈം ആവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ വിഞ്ചിൽ കയറാമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ 4-5 മണിക്കൂറാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ഓക്കെ ആവാതെ എന്നാൽ പിന്നെ എന്തായാലും കാൽനടയിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചു. മുരുകൻ അങ്ങനെയോ വിചാരിച്ചിട്ടുണ്ട്, അത്ര ഈസി ആയിട്ട് ഞങ്ങൾ കയറണ്ടെന്ന് വിചാരിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ കാൽനടയിലാണ് കയറിയത്. പിന്നെ ഒരു കാര്യമുണ്ട്, മലമുകളിൽ ഫോൺ അലൗഡ് അല്ല, നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും ഫോൺ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം സാറ്റർഡേ സൺഡേ അവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേഷനിലും ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊന്നും കയറാൻ പറ്റാതിരുന്നത്. പോയ പോലെയല്ല ഞങ്ങൾ ആരും തിരിച്ചു വന്നത്. ഒരുപാട് ടയേർഡായി. ഞാൻ അശ്വതിന്റെ കൈയും പിടിച്ച് മല കയറി ഇറങ്ങുകയാണ് ചെയ്തത്. എനിക്ക് തീരെ മല കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്പൂടുവിനെ എടുത്ത് മല കയറ്റിയത് ഇറക്കിയതൊക്കെ ആശയാണ്. കുറച്ചൊക്കെ 1-2 പടികളൊക്കെ അവൻ സ്വന്തമായിട്ട് കയറിയിരുന്നിട്ട് അവന് കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മല ഇറങ്ങാൻ ഒരുപാട് ലേറ്റ് ആയി. ഏകദേശം ഒരു 5 മണിയോളമായി ഞങ്ങൾ താഴെ എത്താൻ. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറിയതാണ്. അപ്പോഴേക്കും എല്ലാവർക്കും വിശന്ന് ക്ഷീണമായി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ വന്നിട്ട് പൂരി മസാലയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്തപ്പോഴേക്കും ഞങ്ങൾ ട്രെയിനിൻ്റെ ടൈമായി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. 8 മണിക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ബിരിയാണി കഴിക്കണം, റെഡ് കളറുള്ളത്. ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴനിമല ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഉച്ചക്കലത്തെ ക്യാൻസലായി. പിന്നെ ഞങ്ങൾ രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാത്രി ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് ട്രെയിനിൽ ഇരുന്നാണ് കഴിച്ചത്. നല്ല ബിരിയാണി ആയിരുന്നു, പക്ഷെ അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാത്തത് കൊണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം 1:20 ആയിട്ടുണ്ടായിരുന്ന ടൈം രാവിലെ. അമ്പട് നല്ല ഉറക്കത്തിലായിരുന്നു. ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലും കയറി വീട്ടിലെത്തി. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.